ആലിയ കട്ടിൽ വരുന്ന ഒരു സിമ്പിൾ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്, പിന്നെ ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന ത്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്. സൈസ് നമ്പർ 2 ആണ്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് വി നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഷേപ്പും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണ്. വരച്ചിട്ട് നമുക്ക് 2 കർവ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ 2 കർവ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ലീഫും കൂടെ വരയ്ക്കുവാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഇതേ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇതേപോലെ ആ കർവ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ലീഫും കൂടെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് വരച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രം ഇതുപോലെ ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ വരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രേസിങ് ഷീറ്റിലേക്ക് ഡിസൈൻ വരച്ച ശേഷം കാർബൺ പേപ്പറില്ലേ അത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുവാണ്. ആദ്യം വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ലൈൻ്റെ ബോർഡറിലൂടെയാണ്. ഇവിടെ ഞാൻ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ഓരോരോ കട്ട് ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എല്ലാ ബീഡ്സും അടുപ്പിച്ചടുപ്പിച്ചിട്ടല്ല, കുറച്ചൊരു അകലമുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഓരോ ബീഡിൻ്റെ ഇടയ്ക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഡിസൈൻ്റെ ഈ ഒരു ലൈനും ഈ ഒരു കർവ് വരുന്നുണ്ടല്ലോ, ഇവിടെയും നമ്മൾ നേരത്തെ എങ്ങനെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തോ അതേ രീതിയിൽ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് നീഡിലേക്ക് ഒരു 3 കട്ട് ബീഡ് ഒന്നിച്ചെടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ട് ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ലീഫിൻ്റെ സൈസിനനുസരിച്ച് വേണം നമ്മൾ ബീഡ്സ് എടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ലീഫൊക്കെ ആണെങ്കിൽ 3 കട്ട് ബീഡ് 2 കട്ട് ബീഡൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ വലിയതാണെങ്കിൽ നമുക്കൊരു 4 കട്ട് ബീഡ് അല്ലെങ്കിൽ 5 കട്ട് ബീഡ് വരെ മാക്സിമം നമുക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 6 സ്ട്രാൻഡ്സ് ത്രെഡ് ഇതുപോലെ നീഡിലേക്ക് എടുത്തിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കുക. എന്നിട്ട് 2 തവണ നീഡിലേക്ക് ത്രെഡ് ഒന്ന് ചുറ്റിയ ശേഷം ആ സർക്കിളിലേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് റിംഗ് നോട്ട് എന്നാണ്. റിംഗ് നോട്ട് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഒരു 6 പെറ്റൽ വരുന്ന പോലെയാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി ആ ഫ്ലവറിന് നടുക്കായിട്ട് ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മളൊരു ചെറിയ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. നീഡിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് നീഡിലേക്ക് ഒരു 3 ഗോൾഡൻ റൗണ്ട് ബീഡ് ഒന്നിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ സെയിം പോയിന്റിലേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കുക. താഴ്ത്തി കൊടുക്കുമ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇതുപോലെ വരുന്നതായിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പേസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്കാറ്റർ ചെയ്ത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ആദ്യം ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിലെടുത്തിട്ട് ആ നീഡിലേക്ക് ഒരു 6 കട്ട് ബീഡ് ഒന്നിച്ചെടുക്കുവാണ്. എന്നിട്ട് ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി ഇതുപോലെ വലിച്ചു കഴിയുമ്പോൾ അത് കറക്റ്റ് ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.